പൃഥ്വിരാജ് കുറച്ചുകൂടി സൂപ്പറായിട്ട് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പ്രഭാസിനേക്കാളും നന്നായിട്ട് കുറച്ചുകൂടി ചെയ്തിട്ടുണ്ട്. പ്രഭാഷണം തിരിച്ചറിവാണ്. പിന്നെ ലാഗ് അങ്ങനൊന്നുമില്ല, പക്കാ മാസ് ആക്ഷൻ മൂവി. ഗംഭീര പടം, ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞ. പ്രഭാസും പൃഥ്വിരാജൊക്കെ തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ കണ്ടിട്ട് ഭയങ്കര രോമാഞ്ചമായിട്ട് നമുക്ക്. പ്രശാന്ത് സംവിധാനം ചെയ്ത പ്രഭാസും പൃഥ്വിരാജും ഒന്നിച്ച മോസ്റ്റ് അവൈറ്റഡ് മൂവിയായ സലാറിന്റെ റിവ്യൂയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇഷ്ടപ്പെട്ടു, നൈസ് മൂവിയാണ്, എന്താ പറയുക, മാസ് മൂവിയാണ്, ഒന്നും പറയാനില്ല. KGF ശേഷം ഞാൻ ഇത്രയും ആസ്വദിച്ചൊരു മൂവി ഉണ്ടായിട്ടില്ല. ഓരോ ഡയലോഗിനും ഗൂസ് ബംസ് ആയിരുന്നു. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ മഹാനടൻ പ്രഭാസിന്റെ കൂടെ ഒന്നിക്കുമ്പോൾ അവരുടെ ആ ഒരു കോംബോ സത്യം വളരെ ഇമ്പാക്ട്. എന്താ പറയുക, എഴുന്നേറ്റ് ഓരോ ഡയലോഗിനും കൈയടിക്കാൻ തോന്നുന്നു. അത്രയും രസമായിരുന്നു. എനിക്ക് ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. കാരണം ക്രിസ്മസ് അല്ല, ക്രിസ്മസ് മൊത്തം ഇത് തൂത്തുവരെ സലാറ് എത്ര കോടി ക്ലബിൽ ഇടം പിടിക്കുന്നു മാത്രമേ എനിക്ക് കണ്ടാൽ മതി. KGF ശേഷം ഞാൻ അത്ര ആസ്വദിച്ചൊരു മൂവി. KGF വേറൊരു രീതിയിൽ, സലാർ വേറൊരു രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഇത്രയും ആസ്വദിച്ചൊരു മൂവി, ഇത്രയും തീർച്ചയായും പ്രഭാസ് ബാഹുബലിയാണ് പ്രഭാസ് എന്നൊരു നടനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊക്കെ ആദ്യം ഓർമ്മ വരിക. ഇനി ബാഹുബലിക്ക് ശേഷം സലാർ എന്ന് തന്നെയായിരിക്കും. സലാറിലെ ആ ഒരു പ്രഭാസിന്റെ ഒരു എന്താ പറയുക, പ്രഭാസിന് നമുക്ക് തിരിച്ചു കിട്ടിയത് പോലെ. പ്രഭാസ് അതിനുശേഷം ഒരുപാട് മൂവി അഭിനയിച്ചു, പക്ഷെ ആ ഒരു എഫക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ സലാറിനെ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. മൂവിനെ കുറിച്ച് പറയാന് കുറച്ച് നാളുകൾക്ക് മുമ്പ് പൃഥ്വിരാജിന്റെ പടം ഇറങ്ങിയതിൽ കുറച്ചൊരു ലാസ്റ്റില് ഒരു ബുദ്ധിമുട്ട്. ഞാനൊരു വലിയൊരു ഫാൻ ഗേളാണ്. ഇന്നും എന്തിനാ തുടങ്ങിയല്ലോ, ഒരു പുള്ളി സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. അത് അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്ന് തുടങ്ങിയതാണ്. എന്റെ ചെറിയ പ്രായം തൊട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ സിനിമകൾ കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. അത് 10 വയസ്സിലെ ഒരു ഫാൻ ഗേൾ ആവുക എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ മരണശേഷം അത് പൃഥ്വിരാജിലേക്ക് പോയി. അപ്പൊ അന്ന് മുതലേ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് പുള്ളിയുടെ ഓരോ പടങ്ങളും. ഇറങ്ങിയ കുറച്ച് പടങ്ങള് എനിക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ അത് ബാധിക്കുന്ന തരത്തില് വരുമോന്ന് നോക്കും. പക്ഷേ വെയിറ്റിംഗിലായിരുന്നു. ഈ സലാറിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പുതിയ പ്രോജക്റ്റിൽ വെയിറ്റിംഗിലായിരുന്നു. പിന്നെ പ്രഭാസിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും പൃഥ്വിരാജാണ് എനിക്ക് ഒരു രക്ഷയില്ലാത്ത എന്റെ ഏറ്റവും വലിയ മൂവി. ഇഷ്ടപ്പെട്ടു. ഞാൻ ഉടങ്ങണം എന്താ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ പറയാം, ഒരേ സംവിധായകൻ, അതുപോലൊക്കെ എനിക്ക് അതുപോലൊക്കെ ആ ഒരു കുറച്ചൊക്കെ ഫീലൊക്കെ വന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അതൊക്കെ അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജ് കുറച്ചുകൂടി സൂപ്പറായിട്ട് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പ്രഭാസിനേക്കാളും നന്നായിട്ട് കുറച്ചുകൂടി ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ടായിരിക്കും, കേരളത്തിൽ നിന്നും ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു സ്റ്റാർഡം ഒക്കെ എനിക്ക് ചില സമയങ്ങളിലൊക്കെ ഫീൽ ചെയ്തു. ഞാൻ ചിന്തിച്ചു, ഒബ്വിയസ്ലി എന്തായാലും കുറച്ചുകൂടി കാലം കഴിയും തോറും പുള്ളി മുൻനിരയിൽ തന്നെ ഉണ്ടാവുമായിരിക്കാം ഉറപ്പായിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട്. രസമായിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് നമ്മൾ ഭയങ്കര ത്രിൽഡ് ആയിരുന്നു. KGF-ലൊക്കെ കണ്ട ഒരുപാട് ഷോർട്സ് ഒക്കെ വന്നു. പക്ഷെ ചില സാധനങ്ങൾ ഒരുപാട് അമേസ് ചെയ്തു. ചിലതിൽ നമുക്ക് ക്രിഞ്ച് അടിച്ചിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഭയങ്കര ഡെപ്ത് ഉള്ള സ്ക്രിപ്റ്റിംഗ് വന്നു. പിന്നെ ഒരുപാട് VFX വർക്കൊക്കെ അതിഗംഭീരമായി. സൗണ്ട് ഡിസൈൻ അതിഗംഭീരമാണ്. പടം കണ്ടിരിക്കും. സെക്കൻഡ് ഹാഫ് ഒന്നുകൂടെ കാണണമെന്നുണ്ട്, കാരണം കുറച്ചുകൂടെ ക്ലാരിറ്റി വരാനുള്ളത് കൊണ്ട്. അതിഗംഭീരമാണ്. കുറെ ഫോക്ക് ആഡ് ചെയ്തു. കുറെ നല്ല രസമുള്ള ഒരു ഇലക്ട്രോണിക് മ്യൂസിക്കുകൾ കുറെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്ലെൻഡിങ് ആണ്. അത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഇമോഷണൽ ചില സാധനങ്ങളൊക്കെ നമ്മളെ ഇന്നും ടച്ച് ചെയ്യുന്ന പോലെ ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പ്രഭാസിന്റെ ഒരു മാസ്കുലിനിറ്റിയുടെ ഒപ്പം ഇദ്ദേഹത്തിന്റെ ഒരു ഇമോഷണൽ സാധനം വരുമ്പോൾ ആ ഒരു കെമിസ്ട്രി വർക്ക് ആവുന്നുണ്ട്. ഒരു ബ്രദേഴ്സ് അല്ലെങ്കിൽ ഒരു വളരെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആ ഒരു കണക്ഷൻ ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ബാഹുബലിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് എനിക്ക് തോന്നുന്ന ഒരു വളരെ വലിയൊരു സ്പെക്ട്രം ഉദ്ദേശിച്ചിട്ടാണ്. കാരണം ഒരുപാട് ഫോറിൻ ആയിട്ടുള്ള ആക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ വാർ മൂവി പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എവിടേക്കോ ഒരു മാഡ് മാക്സിന്റെ ഫീൽ കിട്ടി, എവിടേക്കോ എന്തൊക്കെയോ വലുത് വരാനുണ്ട് എന്നുള്ള ഒരു ഫീലാണ്. കാരണം ടാങ്കുകളും ഗൺസും ഹെലികോപ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു ഇന്ത്യൻ ബേസ് ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്. സെർബിയ റഷ്യ ബേസ്ഡുള്ള ഫൈറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്കുള്ള ഒരു ആന്റിസിപ്പേഷൻ ഭയങ്കരമായി. KGF-ന്റെ തേർഡ് പാർട്ട് വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും ആന്റിസിപ്പേഷൻ ഇതിന്റെ സെക്കൻഡ് ഹാഫ് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. KGF-ന് ശേഷം ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനായിട്ടാണ് വന്നത്. സലാർ എന്ന് പറഞ്ഞ ചിത്രം ആ ഒരു എക്സ്പീരിയൻസ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രഭാസ് എന്ന് പറഞ്ഞ ആ ഒരു നടൻ
ബാഹുബലിക്ക് ശേഷം നല്ല അതിശക്തമായിട്ടുള്ള കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടായിട്ട് വരുന്നത് നമ്മുടെ മലയാളത്തിന്റെ പൃഥ്വിരാജാണ്. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറ്റിയ ഒരു പങ്കാളിയാണെന്ന് തന്നെ പറയാം. ഇതിൽ ഓരോ കഥാപാത്രങ്ങളും അവരുടെ റോളുകൾ, പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. അവരൊക്കെ പേരറിയാത്ത കഥാപാത്രങ്ങളാണ്. അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രശാന്ത് നീലിന്റെ ഒരു അടയാളപ്പെടുത്തലായി മാറുമെന്നുള്ള കാര്യത്തിൽ സംവിധായകൻ അദ്ദേഹത്തിന്റെ തന്നെയാണ് കഥയും തിരക്കഥയും. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം നല്ലൊരു കളക്ഷൻ റെക്കോർഡ് തന്നെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ആ മേക്കിംഗ് വളരെ രസകരമായിട്ടുണ്ട്, എന്റർടൈൻമെന്റ് ആണ്. തീർച്ചയായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. ബാഹുബലി കഴിഞ്ഞിട്ട് പഴയ ബാഹുബലിയുടെ ആ ഇമ്പാക്ട് ഇത് പുള്ളി കൊടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. തീർച്ചയായും ഇഷ്ടപ്പെട്ടു. തീർച്ചയായും തിളങ്ങുന്നതിനാണ് പറയാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച്. നല്ലൊരു യൂണിവേഴ്സ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോ അറിയാം. എനിക്കൊന്നൊരു 30% മാത്രമേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ഒരു 70% വരായിരിക്കുന്നുള്ളൂ സെക്കൻഡ് പാർട്ട്. അതെ, അല്ല പക്ഷെ KGF വേറൊരു ടൈപ്പ് ഓടാണ്, ഇത് വേറൊരു ടൈപ്പ് യൂണിവേഴ്സ് ആണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, അടിപൊളിയായിരുന്നു. എന്താ ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. KGF ആയിട്ട് സിമിലാരിറ്റി ഇല്ല. എൻറ്റയർലി വേറൊരു അടിപൊളിയായിരുന്നു. ഗൂസ്ബംപ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഗംഭീര പടം, ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞ. പ്രഭാസും പൃഥ്വിരാജൊക്കെ തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ കണ്ടിട്ട് ഭയങ്കര രോമാഞ്ചമായിട്ട് നമുക്ക്. ഇത് ഷുവർ ഷോട്ടാണ്. ഇതിപ്പോ എല്ലാ റെക്കോർഡുകളും എന്തായാലും തൂക്കും. ഇത് എല്ലാ റെക്കോർഡുകളും ഇപ്പൊ തൂക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് നമ്മൾ വെയിറ്റിംഗ് ആണ്, ഭയങ്കര വെയിറ്റിംഗ് ആണ്. പ്രഭാഷണം തിരിച്ചറിവാണ്. പിന്നെ ലാഗ് അങ്ങനൊന്നുമില്ല. പക്കാ മാസ് ആക്ഷൻ മൂവി. വയലൻസ് കുറച്ച് കൊടുക്കും, ഭയങ്കര വയലൻസ് ആണ്. 3 hours കുറച്ച് കൊടുക്കും. പടം നല്ല എന്റർടൈനറാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സിനിമയും റെക്കോർഡ് പിടിക്കാൻ സാധ്യതയുണ്ട്. BGM ഉഗ്രനാണ്. ജയിലറിനെ പോലെ BGM ഉഗ്രനാണ്. നല്ലൊരു എന്റർടൈനറാണ്. ഏകദേശം അതുപോലെ വരും. അതേ ഡയറക്ടറാണല്ലോ, ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. നല്ല പടം. പിന്നെ നമ്മള് നല്ല പടം. പൃഥ്വിരാജും പ്രഭാസും സൂപ്പറായിട്ട് അടിപൊളി, ഒന്നും പറയാനില്ല. നന്നായി.